ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവും ആകരുത്. അങ്ങനെ ആയാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. തെറ്റും ശരിയും തുറന്നു പറയേണ്ടിടത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക. മനസ്സമാധാനം ഒരിക്കലും നമ്മളെ തേടി വരില്ല. കാരണം അത് നമ്മുടെ കൈകളിൽ തന്നെയാണ്. മനസ്സമാധാനം നേടണമെങ്കിൽ ആരെയും അമിതമായി സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പാടില്ല. ചില വൃക്ഷങ്ങൾ അങ്ങനെയാണ്. സ്വയം വെയിൽ കൊണ്ട് മറ്റുള്ളവർക്ക് പഴങ്ങളായിരിക്കും തിരിച്ചു നൽകുന്നത്. മനുഷ്യരുടെ കൂട്ടത്തിലുമുണ്ട് ചില നന്മ മരങ്ങൾ. കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാനും ജീവിതപാതയിൽ വീണവർക്ക് താങ്ങും തണലുമാകാൻ ശ്രദ്ധ കാണിക്കുന്നവർ. ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ജീവിതവും സമയവും. ജീവിതം സമയം നന്നായി ഉപയോഗിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. സമയം നമ്മെ ജീവിതത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുന്നു. ഒരു നിമിഷത്തെ അവഗണന മതി ഒരു യുഗം കൊണ്ട് പടുത്തുയർത്തിയ സ്നേഹവും വിശ്വാസവും തകർത്ത് കളയാൻ. ഓരോ ബന്ധങ്ങളും സുസ്ഥിരവും സന്തോഷപൂർവവും ആകണമെങ്കിൽ അത് സ്നേഹത്താൽ അധിഷ്ഠിതമാകണം. പരസ്പരം വിശ്വാസവും വിശ്വസ്തതയും നിലനിർത്തണം. സ്നേഹിക്കാൻ കഴിയുന്ന ഹൃദയവും ആത്മാർത്ഥമായ മനസ്സുമുണ്ടെങ്കിൽ ബന്ധങ്ങൾ എന്നും സ്നേഹത്തോടെ നിലനിൽക്കും. ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല, അത് പലതിൻ്റെയും തുടക്കമാണ്. അസ്തമയം അവസാനമല്ല, നാളെയുടെ തുടക്കമാണ്. നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്താണ് മനുഷ്യന് ഊർജം പകരേണ്ടത്. പ്രായവും കാലവുമൊന്നും അതിന് തടസ്സം ആകുന്നില്ല. ഇന്നത്തെ സങ്കടങ്ങൾ അത് പ്രശ്നമല്ല. അത് ഇന്നലെയുടേതായിരുന്നു. അത് നാളെയുടെ നാശമാവരുത്. ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ അയാൾ ചെയ്തതെല്ലാം മറന്നു എന്ന് അർത്ഥമില്ല. ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഓർത്തു വയ്ക്കുക എന്നത് നമ്മുടെ മുൻകരുതലും. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെയും മനസ്സിൽ ഉണ്ടെന്നാണ്. സംസാരം എന്നത് ബന്ധങ്ങളുടെ ഹൃദയസ്പന്ദനമാണ്. എപ്പോൾ അത് ഇല്ലാതാകുന്നുവോ അപ്പോൾ മുതൽ ബന്ധങ്ങളുടെ ശക്തിയും കുറയുന്നു. കണ്ണു നിറച്ച ഓർമ്മകളെ സൂക്ഷിച്ചു വയ്ക്കണം. അതോർത്ത് വീണ്ടും കരയാനല്ല, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോറ്റു പോകാതിരിക്കാൻ വേണ്ടി മാത്രം. ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിനൊരു വിങ്ങലാണ്. എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത്. ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക. പെട്ടെന്ന് പ്രകോപിതരാവുന്ന ശീലം അവസാനിപ്പിക്കുക. യോഗമില്ല എന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണം എന്ന് കരുതി മുന്നോട്ട് കുതിച്ചവരെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരാളുടെ മനസ്സറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അവരുടെ ഹൃദയം അറിയണമെങ്കിൽ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. ഉപാധികൾ വെച്ചുള്ള ഒരു ബന്ധവും ഒരു കാലത്തിനപ്പുറം നിലനിൽക്കില്ല. നമ്മളെ മനസ്സിലാക്കാനും നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നിടത്ത് ആയുസ്സുണ്ടാകും. അവിടെ ഒന്നും പങ്കിട്ടു പോവുകയുമില്ല. അതിൻ്റെ പേരിൽ പരാതി പറയേണ്ടി വരികയുമില്ല. വിജയത്തിൻ്റെ പാത പൂക്കൾ വിരിച്ചതല്ല, മുള്ളുകൾ നിറഞ്ഞതാണ്. തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാനാവാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിൽ എത്താൻ ആവില്ല. തുടർച്ചയായി പോസിറ്റീവ് ചിന്തകളിലൂടെ മാത്രം കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെക്കാൾ പെട്ടെന്ന് തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ഒരുപാട് സംസാരിക്കുക, ഒരുപാട് ചിരിക്കുക, സങ്കടം വന്നാൽ കരയുക. കാരണം ഇത് ജീവിതമാണ്, നാടകമല്ല. നമ്മുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റാരെയും ഏൽപ്പിക്കരുത്. എന്നും നന്നായി ചെയ്യാനുള്ള ആർജവം നേടുക. സത്യസന്ധമായി അത് നേടിയെടുക്കുക. ചില സുഹൃത്തുക്കൾ എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്നത് ജീവിതത്തിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ്.
ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത്. കാരണം അത് അഭിമാനം പണയം വയ്ക്കുന്നതിന് തുല്യമാണ്.